اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് ശക്തമായ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളാണ് ആര്? മുഅ്മിനീങ്ങൾ. അത് മുഅ്മിനീങ്ങളുടെ ക്വാളിഫിക്കേഷനായി പറഞ്ഞത് അള്ളാഹുവിനോട് അപാരമായ മഹബ്ബത്ത് അവർക്കുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഈ മഹബ്ബത്തിന്റെ ഉത്ഭവം ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്നും പൊട്ടി ഒലിക്കുന്ന ഒന്നാണ് സത്യത്തിൽ എന്ത്? മഹബ്ബത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇനായത്ത് കൊണ്ട് അവന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു നോട്ടം, ആ നോട്ടം തട്ടിയാൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഹുബ്ബ്. അപ്പൊ ഹുബിന്റെ മമ്പഅ, അതിന്റെ ഉറവിടം സത്യത്തിൽ ഏതാണ്? ഹൃദയമാണ്. അത് അല്ലാഹുത്താല പ്രത്യേകമായിട്ട് നോക്കന്നെ വേണം. എന്നാൽ മാത്രമേ അതിന്റെ അഹ്ലുകാരിൽ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ പെടുള്ളൂ. മനസ്സിലാവണ്ട? ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ നിങ്ങൾ പറയലുണ്ട്, ഒരുപാട് അമലുകളുമായി എന്റെ സാവിയിൽ വരുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഹുബ്ബില്ലേ, അതുകൊണ്ടൊരു കാര്യമില്ല. ദോഷിയായി പാപിയായി എന്റെ സാവിയിൽ വരുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഹുബ്ബുണ്ടോ? അവനെ കൊണ്ട് ഒരുപാട് കാര്യമുണ്ട്. അവനെ കൊണ്ട് ഒരുപാട്, കാരണം ഹുബ്ബ് എന്ന സാധനം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇനായത്താണ്. മനസ്സിലാവുണ്ടോ? അത് ഒരു പക്ഷേ ദോഷിയായ ആളുകളെ ഹൃദയത്തിലേക്കും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഇട്ടുകൊടുക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് അമലുകൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ചിലപ്പം തയ്ക്കൊള്ളണമെന്നില്ല, ആ നോട്ടം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആ ഒരു തൗഫീഖിന് വേണ്ടി, ഹുബിന്റെ അഹ്ലുകാരാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം അള്ളാഹുവിനോട് പ്രത്യേകം ചോദിക്കണം. പിന്നെ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹുബ്ബ് എന്ന സാധനം അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ നോട്ടം തട്ടിയ ഒരു നൂറാണ്. അത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരണമെങ്കിൽ ആ ഹൃദയം ശുദ്ധമായിരിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുന ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു, ഇത് ബഹുമാനപ്പെട്ട തബഖാത്ത് സൂഫിയ എന്ന് പറയുന്ന കിതാബാണ്. ഈ തബഖാത്ത് സൂഫിയയിൽ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് അൽ ഖുലൂബ് ഖംസത്തുൻ. ഹൃദയം എന്ന് പറയുന്നത് 5 എണ്ണമാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഹുബിന്റെ അഹ്ലുകാരിൽ പെടലാണ്. അതിന് എന്ത് വേണം? ഹൃദയം ആ ഹുബ് സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലാകണം. അപ്പൊ നമ്മൾ ആദ്യം എന്തിനെ പരിചയപ്പെടണം? ഹൃദയത്തിനെ പരിചയപ്പെടണം. ഹൃദയം എങ്ങനെയൊക്കെയാണ്? അൽ ഖുലൂബ് ഖംസത്തുൻ. ഹൃദയങ്ങൾ 5 എണ്ണമാണ്. ഒന്ന് ഖൽബുൻ മയ്യിത്തുൻ, ഒന്ന് നിർജീവമായ ഹൃദയം, നിർജീവമായ കല്ല് പോലത്തെ ഹൃദയം. മനസ്സിലാവുണ്ടോ? ആ നിർജീവമായ ഒന്നുമില്ലാത്ത ഹൃദയത്തെ സംസ്കരിച്ചു കൊണ്ടുവരാൻ ഒരു മുറബ്ബിയായ ഷെയ്ഖിന് മാത്രമേ കഴിയുള്ളൂ. അല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. മയ്യത്തായ നിർജീവമായൊരു ഹൃദയത്തിനെ ജീവനുള്ള ഹൃദയമാക്കി കൊണ്ടുവരണമെങ്കിൽ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? ഒരു കാമിലായ ഷെയ്ഖിന് മാത്രമേ കഴിയുള്ളൂ. രണ്ടാമത്തത് വ ഖൽബുൻ മരീദുൻ, രോഗിയായ ഹൃദയം. ഒന്ന് ചത്ത ഹൃദയം, 2 രോഗിയായ ഹൃദയം. രോഗിയായ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിന് ചില മരുന്നുകൾ കൊടുത്താൽ മതി. നമ്മളെ ശരീരത്തിനൊക്കെ രോഗം വരുന്ന സമയത്ത് ചില മരുന്നുകൾ കഴിക്കലോടുകൂടെ എന്തായി? നമ്മുടെ അസുഖത്തിന് ശമനം വരുന്നത് പോലെ ഹൃദയത്തിലെ രോഗം എന്താണ് എന്ന് അറിഞ്ഞ് അതിനുള്ള ചികിത്സ തരുന്ന ആളുകൾ എന്നത് വാങ്ങുമ്പോൾ, നമ്മൾ ഓരോ മരുന്നുകൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ആ രോഗിയായ ഹൃദയം എന്ത് ചെയ്യും? സ്വഹീഹായ ഹൃദയമായി മാറും. അപ്പൊ ഒരു ഹൃദയത്തിന്റെ അഹ്ലുകാരാണ് ഖൽബുൻ മയ്യിത്തുൻ,
നിർജീവമായ ഹൃദയം. 2 രോഗമുള്ള ഹൃദയം. മൂന്നാമത്തത് ഖൽബുൻ ഗാഫിലുൻ, രോഗമൊന്നുമില്ല, പക്ഷേ ആ ഹൃദയം ആർക്ക് വേണ്ടിയാണോ സംവിധാനിച്ചത് അയാളെ കുറിച്ച് ഒരു ബോധമല്ല. ഗാഫിലായ ആളെ ഹൃദയം ആരെ വീടാണ്? ബൈത്തുല്ലാഹിയാണ്, അള്ളാഹുവിന്റെ വീടാണ്. പക്ഷെ അതിനെ തൊട്ട് അശ്രദ്ധനായി ദുനിയാവിന്റെ പിന്നാലെ, ദുനിയാവിന്റെ ആ ഫഖറിലും ആഡംബരത്തിലും അതിന്റെ പിന്നാലെ പോയി അള്ളാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടുവരേണ്ട കാര്യത്തിൽ അശ്രദ്ധന്മാരായ ആൾക്കാർ. ഖൽബുൻ ഗാഫിൽ, അശ്രദ്ധമായ ഹൃദയം, അള്ളാഹിനെ കുറിച്ച് ഓർമ്മല്ല. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാണ് പോയിട്ട് ചിലപ്പോൾ വൈകുന്നേരം വരെ 10-15 മണിക്കൂറും ജോലി ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം പോലും അള്ളാ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അള്ളാ എന്ന് പറഞ്ഞില്ലെങ്കിലും പടച്ച റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ശ്വാസവും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്നത് അള്ളാഹു താലയാണ്, അല്ലെ? ഓരോ ശ്വാസവും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്നത് ആരാണ്? അള്ളാഹു താലാണ്. പക്ഷെ അതിൽ അള്ളാഹു താല കുറവ് വരുത്തിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹിനെ ഒരു പ്രാവശ്യം മുമ്പ് ഓർത്തിട്ടില്ല. അള്ളാഹു താലാക്ക് ഒരു പ്രാവശ്യം നിസ്കരിച്ചിട്ടില്ല, ഒരു ദിക്ർ ചൊല്ലിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവന്റെ അഖ്വാലുകളോ അഫ്ആലുകളോ അഹ്വാലുകളോ ഒരു നിലക്കും അള്ളാഹുവിനെ ഓർത്തിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും അള്ളാഹു താല അവനക്ക് ഭക്ഷണം കൊടുക്കാൻ മറന്നിട്ടില്ല. മനസ്സിലാവുണ്ടോ? അവനക്ക് ക്ഷീണം വരുന്ന സമയത്ത് അവനക്ക് ആരോഗ്യമായ ഒരു സമയം അള്ളാഹു താല നൽകുന്നുണ്ട്. ഓരോ ശ്വാസത്തിലും അള്ളാഹുവിന്റെ എന്തുണ്ട്? സാമീപ്യമുണ്ട്. എന്നിട്ടും അള്ളാഹു താല അവനെ മറന്നിട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാഫിലായ ഹൃദയം. മനസ്സിലാവുണ്ടോ? ആ ഗാഫിലായ ഹൃദയത്തിനെ തനബ്ബുഹാക്കണം, ഉണർത്തണം. ഇങ്ങനെ ആയ പോരാ. മനസ്സിലാവുണ്ടോ? 4ാമത്തെ ഹൃദയം വഖൽബുൻ മുന്തബുൻ, ഉണർത്തപ്പെട്ട ഹൃദയം. അത് ഉണർവിലാണ്. അതെപ്പോഴാണ്? ഉണർവിലാണ്. ഞാൻ മുമ്പൊരിക്കൽ ക്ലാസ് പറഞ്ഞില്ലേ, നഫ്സ് എന്ന് പറയുന്ന സാധനം കൽബിന്റെ ചുറ്റുഭാഗത്തും കടന്നു കഴിഞ്ഞാൽ, വളഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് പിന്നെന്താണ്? ഒന്നും ചെയ്യാൻ കഴിയില്ല, അനങ്ങാൻ കഴിയില്ല. മനസ്സിലാവുണ്ടോ? നമ്മളെ കൈയും നമ്മുടെ കാലും നമ്മളെ എല്ലാം കെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അനങ്ങാൻ കഴിയോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ വായ പോലും മൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഇല്ല. അങ്ങനെ ബന്ധനസ്ഥനാക്കപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതേപോലെയായിരിക്കും ഹൃദയം. അതിന്റെ ചുറ്റുഭാഗത്തും നഫ്സ് എന്ന് പറയുന്ന ആ സാധനം എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെ പിടിച്ചിറുക്കിയിട്ടുണ്ടാവും. അപ്പൊ നിർജീവമായ വസ്തുവിനെ പോലെ, അനങ്ങാൻ കഴിയാതെ നിർജീവമായ വസ്തുവിനെ പോലെയൊക്കെ. മനസ്സിലാവുണ്ടോ? ആ നഫ്സിനെ നമ്മൾ അമ്മാറത്ത് ലവ്വാമത്ത് മുൽഹിമത്ത് എന്ന് പറയുന്ന ആ നഫ്സിന്റെ അവസ്ഥകളുണ്ടല്ലോ, അതിനെ ദിക്റുകൾ കൊണ്ടും മശായിഖന്മാരെ നോട്ടം കൊണ്ടും നമ്മൾ ഇല്ലാതെയാക്കുമ്പോ ആ ഹൃദയത്തിനിക്ക് ചലനം വരും. പിന്നെ അത് തനബ്ബുഹാവും. ആ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ നൂറ് നിറയും. പിന്നെ അത് ആ ഹൃദയത്തിൽ നിന്ന് ആ നൂറ് പൊട്ടി ഒലിക്കും. എങ്ങോട്ട്? റൂഹിലേക്ക് പൊട്ടി ഒലിക്കും. കൽബിൽ നിന്നും അതേകൊണ്ട് ആ പറഞ്ഞേ, കൽബിൽ നിന്നും ആ നൂറ് ഇങ്ങോട്ട് പൊട്ടി ഒലിക്കും. എവിടേക്ക്? റൂഹിലേക്ക്. മനസ്സിലാവുണ്ടോ? അപ്പൊ കൽബില് നൂറ് മറ്റേ ഇറങ്ങുന്ന സമയത്ത് ഒരു അവസ്ഥ ഉണ്ടാവൂലേ, അതേപോലെയല്ല ആത്മാവില് എന്തിറങ്ങിക്കഴിഞ്ഞാല്, നൂറ് ഇറങ്ങിക്കഴിഞ്ഞാൽ, നൂറ് എന്ന് പറഞ്ഞാൽ ഹുബാണ്. ആ ഹുബ് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ആവൂല. ആത്മാവിലും ആ ഹുബ് നിറയുമ്പോ പിന്നെ അവനക്ക് ആത്മാക്കളുടെ ലോകവുമായി ബന്ധപ്പെടാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കും. മനസ്സിലാവുണ്ടോ? ആത്മാക്കളുടെ ലോകവുമായി ബന്ധപ്പെടാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കും. ആ ആത്മാക്കളിലും അവന് പിന്നെയും പിന്നെയും അവന് എന്ത് ചെയ്തു? അദ്കാറുകളും ഔറാദുകളും തസ്ബീഹുകളും അള്ളാഹുവിനെ തൃപ്തിയുമായി മുന്നോട്ട് പോകുമ്പോ ആ ആത്മാവ് നിറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യും? സിറിലേക്ക് ഒഴുകും. കൽബിൽ നിന്നും റൂഹിലേക്കും, റൂഹിൽ നിന്നും സിറിലേക്കും അത് ഒഴുകും. ആ സിറും നിറയുമ്പോ അത് ഖഫിയിലേക്കും, അവിടുന്ന് അഖ്ഫയിലേക്കും, ലതായിഫ് അനയിലേക്കും എന്ത് ചെയ്യും? അത് ഒഴുകും. ഇത് വിഷയം തിരിയുണ്ടോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ മുന്തബഹായ ഹൃദയം. അങ്ങനെ ചില ഹൃദയങ്ങളുണ്ട്. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ള ഹൃദയമാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ എന്താണ്? ഇദാ ദുക്കിറല്ലാഹു, അല്ലെ? ഇദാ ദുക്കിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും. ഓല ഹൃദയത്തിന് അള്ളാഹുവിന്റെ പേര് പറയുമ്പോ ഓല ഹൃദയം പടപടക്കും. ഓല ഹൃദയം കണ്ട് പടപടക്കും. വജിലത്ത് ഖുലൂബുഹും, ഓല ഹൃദയം പടക്കും. പിന്നെ വഖൽബുൻ സഹീഹുൻ സാലിമുൻ. 5ാമത്തെ ഹൃദയം എന്താണ്? ഖൽബുൻ സഹീഹ്, രോഗമുക്തമായ സലീമായ എല്ലാ അംറാദുൽ ഖുലൂബിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയം. ഈ ഹൃദയത്തിലെ അള്ളാഹുവിന്റെ ഹുബ്
പൂർണ്ണമായിട്ട് നിലകൊള്ളുള്ളൂ. അതിന് പ്രത്യേകമായ ഇനായത്ത് ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. അപ്പോഴേ അവൻ എന്താവുള്ളൂ, ഒരു യഥാർത്ഥ മുഅ്മിനായിട്ട് മാറുള്ളൂ. ഞാൻ ഈ പറയുന്ന വിഷയം മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇനി നമ്മൾ അധ്വാനിക്കണം. അതോടുകൂടെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇനായത്തും വേണം. തൗഫീക്കിന് വേണ്ടി നമ്മൾ ദ്വാരക്കണം. നമ്മൾ എപ്പോഴും ദ്വാരക്കേണ്ടത് എന്താണ്? അള്ളാഹുവെ, നീ ഒരു മനുഷ്യന് നൽകുന്ന ഏതൊക്കെ തൗഫീക്കുകളുണ്ടോ ആ തൗഫീക്ക് നീ എനിക്ക് കൊണ്ടല്ലാ. അതിനാണ് ദ്വാരക്കേണ്ടത്. ഒരു മുഅ്മിനായ മനുഷ്യന് നീ ഏതൊക്കെ രൂപത്തിലുള്ള തൗഫീക്ക് നീ നൽകുമോ ആ തൗഫീക്കിനൊക്കെ എനിക്ക് നീ അവസരം കൊണ്ടാ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഒരാൾ ദ്വാരക്കേണ്ടത്. മനസ്സിലാവുണ്ടോ? അപ്പോ ഹുബ്ബ് എന്ന് പറയുന്ന സാധനം അള്ളാഹുവിന്റെ നോട്ടം തട്ടിയ ആളുകളുടെ ഹൃദയത്തിൽ മാത്രമുള്ളതാണ്. ആ ഹുബ്ബ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ ഹുബ്ബിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഹൃദയമായി മാറണം. ബഹുമാനപ്പെട്ട ആര് 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 ശംസുദ്ദീൻ തബ്രീസി റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം തന്റെ ഹൃദയ രഹസ്യവുമായി നടന്നു. ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്നു. അവസാനം ഖുനിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോ മഹാൻ പറഞ്ഞു, എത്ര കാലമായി എന്റെ മഅരിഫത്തും എന്റെ ഹുബ്ബും നിറക്കാൻ പറ്റുന്ന ഹൃദയം നോക്കി ഞാൻ നടക്കുന്നു. ഇപ്പോഴാണ് എന്റെ ഹുബ്ബിനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഖൽബിനെ ഞാൻ കണ്ടുമുട്ടിയത് എന്ന് പറയുകയും ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ തബ്രീസി റളിയല്ലാഹു അൻഹു ജലാലുദ്ദീൻ റൂമിയുമായി സഹവാസം നടത്തി ഏകദേശം 7 മാസത്തോളം ഒരു റൂമിന്റെ ഉള്ളിൽ അവരെന്ത് ചെയ്തു? ഒരുമിച്ച്. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ തബ്രീസിയുടെ ഹൃദയത്തിലുള്ള എല്ലാ അൻവാറുകളും പൂർണ്ണമായിട്ടും ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന മഹാൻ അങ്ങ് കരസ്ഥമാക്കിയപ്പോ അതുവരെ റൂമി അംഗീകരിച്ച ആളുകളൊക്കെ ഞങ്ങളെ ഷെയ്ഖിനെ കൊണ്ടുപോയിട്ട് ശംസുദ്ദീൻ തബ്രീസി വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള ഇൽമാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഇൽമാണ്. അള്ളാഹുവിന്റെ ഇൽമ് അതിന്റെ അർഹരായ ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് അത് മനസ്സിലായിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. അല്ലാത്തവർക്ക് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ആ ഇൽമ് പറയുമ്പോ ചിലപ്പോ എന്ത് ചെയ്യും? ഒരു കുറ്റം പറയും, ആക്ഷേപിക്കും, പല നിലക്കുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവും. ആരെ പോലെ? ശൈഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, ഇബ്രീസിന്റെ മുസന്നിഫായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ അള്ളാഹുവിൽ നിന്ന് തലക്കി ചെയ്ത ഫൈലാനിയത്തിന്റെ ഇൽമു ലോകത്തോട് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അവരെ എതിർത്തു. ഒരുപാട് ആളുകൾ അവരെതിർത്തു, അവരെ കാഫിറാക്കി. വിലായത്തിന് അർഹരല്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു? അല്ലെ, അദ്ദേഹത്തിന്റെ അടക്കം എന്ത് ചെയ്തു? അറുത്തു. എത്രയോ സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ, ഇഷ്ടംപോലെ സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബാബാ ബുദ്ധ്, ഇഷ്ടംപോലെ മഹാന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അള്ളാഹുവിന് തലക്കി ചെയ്യുന്നതായ ഇൽമ് അത് പുറത്തേക്ക് പറഞ്ഞാൽ, അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഹൃദയങ്ങളിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ അവർ അതിനെ വിമർശിക്കും, അതിനെ എതിർക്കും. അതിന്റെ പേരിൽ എത്രയോ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എതിർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ഹുബ്ബ് എന്ന് പറയുന്ന അപാരമായ തൗഫീക്ക് അത് ഹൃദയങ്ങളിലേക്ക് അള്ളാഹു തആല തരുമ്പോ അതുവരെയുള്ള ഇൽമുകളൊക്കെ മാഞ്ഞു പോകും. അതുവരെയുള്ളതായ ലന്നിയാത്തിന്റെ ഇൽമുകളിലെ അതൊക്കെ മാഞ്ഞു പോകും. ഹഖുൽ യഖീനും ഐനുൽ യഖീനൊക്കെ കടന്നിട്ട് ഉന്നതമായ യഖീനിന്റെ അവസ്ഥയിലേക്ക്, മുത്തമയിന്നത്തായ അവസ്ഥയിലേക്ക് എത്തുമ്പോ അള്ളാഹു തആല പുതിയ തരം ഇൽമുകൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് ലദുന്നിയായിട്ട് ഇട്ടു കൊടുക്കും. ആ ഇൽമു ലോകത്തോട് പറയുമ്പോൾ ആക്ഷേപിക്കും. അങ്ങനെ ശംസുദ്ദീൻ തബ്രീസിനെ ഒരു അഭിപ്രായ പ്രകാരം കൊന്നുകളഞ്ഞു എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ആരെ? റൂമിയുടെ ഷെയ്ഖിനെ കൊന്നുകളഞ്ഞു. അതായത് അള്ളാഹുവിൻ തലക്ക് ചെയ്തതായ ആ ഇൽമ് അത് കൊടുക്കാൻ പറ്റുന്ന ഹൃദയം നോക്കി നടന്നത് കിട്ടിയില്ല. അവസാനം റൂമിനെ കിട്ടിയത്. റൂമിന്റെ ഹൃദയത്തേക്ക് കൊടുത്തിട്ട് മൂപ്പര് ലോകത്തോട് ഇവിടെ പറഞ്ഞു. അല്ലേ? എന്നിട്ടല്ലേ ബഹുമാനപ്പെട്ട റൂമിയോട് വന്നിട്ട് ഒരാള് പറഞ്ഞു, എത്രയോ കാലം റൂമി ഷെയ്ഖിനെ കാണാഞ്ഞിട്ട് അലഞ്ഞു നടന്നു. ഒരുപാട് നാടുകള് അലഞ്ഞു നടന്ന് ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്നു. പക്ഷെ ഷെയ്ഖിനെ കണ്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഷെയ്ഖിനെ ശംസുദ്ദീൻ തബ്രീസിനെ ഞാൻ കണ്ടു. മനസ്സിലാവണ്ടോ? അതില് മൂപ്പര് തന്റെ കയ്യിലുള്ളതെല്ലാം അയാൾക്ക് കൊടുത്തു. കണ്ടു എന്ന് പറഞ്ഞു. അപ്പോ വേറൊരാൾ എന്നിട്ട് പറഞ്ഞു,
ആരോട്? ജലാലുദ്ദീൻ റൂമിയോട് പറഞ്ഞു, അദ്ദേഹം വെറുതെ പറഞ്ഞതാ, നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നു മൂപ്പർക്ക് അറിയാം, മൂപ്പര് ശംസുദ്ദീൻ തബ്രീസിനെ കണ്ടിട്ടൊന്നുമില്ല, കണ്ടു എന്ന് വെറുതെ പറഞ്ഞതാ, നിങ്ങളിരുന്ന് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ്. ആ സമയത്ത് റൂമി പറഞ്ഞു, അതെനിക്കറിയാം, യഥാർത്ഥത്തിൽ അദ്ദേഹം എന്റെ ഷെയ്ഖിനെ കണ്ടിരുന്നുവെങ്കിൽ എന്റെ ആത്മാവ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു. അതാണ് ഹുബ്ബ് എന്ന് പറഞ്ഞ സാധനം. അത് ഒരു പ്രവാഹത്തിൽ നിന്ന് ഇങ്ങനെ അലയടിക്കുന്ന ഒരു സാധനമാണ്. അത് ഏതിൽ നിന്നാണോ വന്നത് അതിലേക്ക് തന്നെ ചെന്ന് ചേരാൻ വേണ്ടി ആ ഹൃദയങ്ങൾ കുതിക്കും. അപ്പോ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് അപാരമായ പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലാണ്ടോ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പ്രണയിക്കാൻ പഠിക്കണം. എങ്ങനെ പ്രണയിക്കും അല്ലേ? ബഹുമാനപ്പെട്ട സുയ്യിത്ത് ഇമാം എന്താ പറഞ്ഞത്? നിങ്ങൾ ആദ്യം കരയാൻ പഠിക്കും. ഒന്ന് വെറുതെ തേങ്ങി നോക്കി, നിങ്ങളൊന്ന് തേങ്ങി കരഞ്ഞു നോക്കി. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ കരയാൻ പഠിക്കും. അങ്ങനെ പഠിച്ച് പിന്നെ നിങ്ങൾ സ്വാഭാവികമായി നിങ്ങൾ കരച്ചിൽ നിന്ന സാധനങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരും. പിന്നെ നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെയാണ് പ്രണയം എന്ന സാധനം. നിങ്ങൾ സകല വസ്തുക്കളെ അള്ളാഹു ഈ ലോകത്ത് സംവിധാനിച്ചതൊക്കെ അള്ളാഹു ഒരു പ്രണയത്തിന്റെ പേരിൽ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ലോകം മൊത്തം നമുക്ക് എന്ത് മാത്രമേ തോന്നുള്ളൂ? പ്രണയം മാത്രം തോന്നുന്ന ഒരു അവസ്ഥ വരും. അവസ്ഥ നമുക്ക് വന്നു എന്നല്ല, ആ അവസ്ഥ വരണം. അതാണ് ആര്? അഹ്ലുൽ ഹുബ്ബിന്റെ അഹ്ലുകാരൻ. അവര് മഅരിഫത്തിന്റെയും മുകളിലാണ് ഹുബ്ബിന്റെ അഹ്ലുകാരുടെ സ്ഥാനം. ആ ദറജയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.